ഇന്ത്യ സഖ്യം വീണ്ടും പിളർപ്പിലേക്ക്. പിണറായി വിജയനുമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം തുടരുമെന്ന് രാഹുൽ. പിണറായി വിജയനെ തനിക്ക് കെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല എന്നും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടെ നിലനിൽപ്പുണ്ടെന്നും രാഹുൽ പ്രസംഗിച്ചതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തുവന്നത്. We have our fights, but if you are asking me to go and hug the ex-Chief Minister of Kerala, I cannot and I will not, because I have an ongoing political fight with him. So we have to be flexible and we have to realize that there is a full-scale assault on us, trying to prove that the opposition is weak, is disorganized. ജൂൺ 8 ഇന്ത്യ സഖ്യ യോഗത്തിലെ രാഹുലിന്റെ പ്രസംഗം കോൺഗ്രസ് ആണ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരാമർശിച്ച രാഹുൽ പിണറായി വിജയനുമായി കോൺഗ്രസിന് നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലാണെന്നും അത് തുടരുമെന്നും അതിനാൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ ഇന്ത്യ യോഗത്തിന് മുമ്പ് തന്നെ CPM-ന്റെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ പിണറായി വിജയനെ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു CPM-ന്റെ നിലപാട്. യോഗത്തിൽ തന്നെ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഉന്നയിച്ചത്. അതിനാൽ CPM-ന്റെ നിലപാട് ഇനി ശ്രദ്ധേയമാണ്. DMK-യും ആം ആദ്മി പാർട്ടിയും മാറുന്നതുപോലെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും CPM വിട്ടുനിൽക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. അതേസമയം ബീഹാറിലെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ടതിനെക്കുറിച്ചും രാഹുൽ പ്രതികരിച്ചു. നിതീഷ് കുമാറിന്റെ പിന്മാറ്റം തന്റെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ കുഴപ്പം കൊണ്ടല്ല എന്നും സഖ്യ രാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നുമാണ് രാഹുലിന്റെ ന്യായീകരണം. അധികം വൈകാതെ തന്നെ ഇന്ത്യ സഖ്യം ഛിന്നഭിന്നമാകുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ജനം, ഡൽഹി.